ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 23 ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 3. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവചൈത്ര. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ. ഷഷ്ട്യാ മൃദുവായിട്ട് പറയാനുള്ളതാണ്. തതോ ദുഹിതൃഭി തൃ എന്നാണ്. ദുഹിതൃഭിഃ അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സൃജത അവിടെയും വിസർഗം പറയണം. സൃജത കുലൗഖാൻ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദൗഹിത്രസൂനുർ അഥ ദൗഹിത്രസൂനുരഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തസ്യ സ വിശ്വരൂപ അവിടെയും വിസർഗം പറയണം. വിശ്വരൂപ ത്വത് ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വത് സ്തോത്ര വർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ ചേർത്തിട്ട് ത്വത് സ്തോത്ര വർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയ മഹിമ ത്വ ഇവിടെയും ത്വ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. താന്ന് കഴിഞ്ഞിട്ടുള്ള ചിഹ്നം. ത്വദീയ മഹിമാ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സർവചൈത്ര അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. സർവചൈത്ര. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവചൈത്ര. അടുത്തത് 4ാമത്തെ ശ്ലോകം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാത് ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഖൈരമുഹ്യതവശസ്തവ മായയാസൗ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു അവിടെ വിസർഗം. പുത്രാഗ്രഹി ആഗ്രഹി ഗ്ര എന്നാണ്. പുത്രാഗ്രഹി നൃപതിർ അങ്കിരസ അവിടെ വിസർഗം. നൃപതിരങ്കിരസ പ്രഭാവാത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ലബ്ധ്വൈകപുത്രമഥ ലബ്ധ്വ ഏകപുത്രം അഥ ചേർത്തിട്ടാണ് ലബ്ധ്വൈകപുത്രമഥ. ലബ്ധ്വൈ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പുത്രമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തത്ര ഹതേ സപത്നീ സംഖൈരമുഹ്യദശവസ്തവ സപത്നീ സംഖൈർ അമുഹ്യത് അവശ തവ ചേർത്തിട്ട് സപത്നീ സംഖൈരമുഹ്യദവശസ്തവ. സപത്നി എന്നുള്ളത് താന്ന് ചേർത്തിട്ട് ചൊല്ലണത്. രത്നം എന്നൊക്കെ ഉള്ളതിലത്തെ എന്നാണ്. സംഖൈ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. സംഖൈർ അമുഹ്യത് അവശ തവ ചേർത്ത് ചൊല്ലുമ്പോൾ അവശസ്തവ എന്നാവും. മായയാ അസൗ ചേർത്തിട്ട് മായയാസൗ അങ്ങനെ നിർത്താം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസഃ പ്രഭാവാത്
ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീസംഖൈരമുഹ്യതവശസ്തവ മായയാസൗ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.